എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം, നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ് അല്ലേ. അതേപോലെ വാട്സപ്പൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം, എന്തൊക്കെയാണ് സംവിധാനം ഉള്ളത്. അതിനുള്ളൊരു കിടിലൻ ടിപ്സാണ് നിങ്ങൾക്കിന്ന് പങ്കുവെക്കുന്നത്. അപ്പോൾ അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്ത് വെക്കണം. ആ നമ്പർ ഞാൻ ആദ്യം പറഞ്ഞുതരാം. +1 833 436 3285 എന്ന ഫോൺ നമ്പർ, നമ്മൾ സാധാരണ ഫോൺ നമ്പർ സേവ് ചെയ്ത് വെക്കുന്ന പോലെ ഫോൺ നമ്പർ സേവ് ചെയ്ത് വെക്കുക. അതിനുശേഷം അങ്ങനെ സേവ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് സാധാരണ ഒരാൾക്ക് മെസ്സേജ് അയക്കില്ലേ, ആ മാതൃകയിൽ തന്നെ നമ്മൾ മെസ്സേജ് അയക്കുക. ഇപ്പോൾ ഞാൻ നിലവിൽ ഇവിടെ ഫോൺ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു മെസ്സേജ് അങ്ങോട്ട് ചോദിക്കുകയാണ് അവരോട്. ഒരു മെസ്സേജ് ഇട്ട് മലയാളത്തിൽ നമുക്കറിയാവുന്ന ഭാഷയിൽ ഏതാണോ അതിൽ ചോദിച്ചാൽ മതി. പനിയുടെ മരുന്ന് ഏതാണ് എന്നാണ് ഞാനിപ്പോൾ ചോദിച്ചത്. അപ്പോൾ അതിന് ഉത്തരം വന്നിട്ടുണ്ട്. എനിക്ക് പനിക്ക് സാധാരണയായി പാരസെറ്റമോൾ ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇത് പനി കുറയ്ക്കാനും ശരീരവേദനയും സഹായിക്കും. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്ന് കഴിക്കുക. നിങ്ങൾക്ക് പനിക്കൊപ്പം മറ്റ് പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ആണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് ഇനിയിപ്പോൾ പനിക്ക് നമുക്ക് നാടൻ വൈദ്യ ഉണ്ടോ, നമുക്ക് വീട്ടുവൈദ്യം എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അപ്പോൾ എന്താണ് അതിന് ചെയ്യാൻ പറ്റുന്നത് കൂടി നമുക്ക് പറഞ്ഞു തരും. അതുകൂടെ ചെയ്യും. ഇതൊക്കെ ഡോക്ടറെ കാണിച്ചതിന് ശേഷം മാത്രമേ കാണിക്കാവൂ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളൊരു ഗുളികയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് എന്തിനൊക്കെ ഉപയോഗിക്കുന്ന ഗുളികയാണെന്നൊക്കെ നമുക്ക് ഇതേപോലെ ഫോട്ടോ എടുത്ത് ഈ വാട്സപ്പിനകത്തേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതാണ് നിങ്ങൾക്കിത് പങ്കുവെക്കുന്നത്. പനിക്കുള്ള ചില വൈദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തുളസി ഇലയും ഇഞ്ചിയും വെള്ളത്തിൽ തിളപ്പിച്ച് ചായയായി കുടിക്കുക. ചൂടുവെള്ളം കുടിക്കുക. ശരീരം ഡീഹൈഡ്രേറ്റ് ആകരുത്. തണുത്ത തുണി തലയിൽ വെക്കുക. താപം കുറയ്ക്കാൻ സഹായിക്കും. പനി കുറയുന്നില്ലെങ്കിൽ ഡോക്ടറെ കാണാൻ മറക്കരുത്. നിങ്ങൾക്ക് കൂടുതൽ വീട്ടുവൈദ്യങ്ങൾ വേണമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നമുക്കത് ചോദിക്കാം. അതേപോലെ ഇനിയിപ്പോൾ മട്ടന്നൂരുള്ള മൊബൈൽ ഷോപ്പിലെ ഓർമ്മയുടെ നമ്പർ, ഞാനിപ്പം ഓർമ്മ മൊബൈൽസ് നിന്നാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മട്ടന്നൂരിലെ ഓർമ്മ മൊബൈൽസിലെ ഫോൺ നമ്പർ ലഭിക്കുമോ എന്ന് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോൺ നമ്പർ നമുക്ക് ലഭിക്കും. സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് നിങ്ങളെ പങ്കുവെക്കുന്നത്. മട്ടന്നൂരിലെ ഓർമ്മ മൊബൈൽസിൻ്റെ ഫോൺ നമ്പർ 99 47 916 916 ആണ് അതിൻ്റെ അഡ്രസ്സ്. ഇനി മറ്റെന്തെങ്കിലും സഹായം വേണോ എന്ന് കൂടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളിയാണ്, സിമ്പിളാണ്. നമുക്ക് എന്താണോ ഒരു സംഭവം കാണിച്ച് അതിൻ്റെ ഫോട്ടോ എടുത്ത് അയക്കാം, അല്ലെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് മലയാളത്തിൽ എഴുതിയിട്ട് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഉത്തരം അവർ തരും. കൂടുതൽ വിശദാംശങ്ങൾ വേണമെങ്കിൽ അതുകൂടി തരും. അപ്പോൾ ഇങ്ങനെ അടിപൊളിയായ ഒരു ടിപ്സാണ്. ഞാനിത് കുറേ പരീക്ഷിച്ച് നോക്കി അതിന് ശേഷമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് പരിശോധിച്ച് നോക്കുക. നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടുതൽ പേരിലേക്ക് എത്തിക്കുക. അറിയുന്നവർക്കും അറിയാത്തവർക്കും ഒക്കെ പേജ് ഷെയർ ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. വീണ്ടും മറ്റൊരിടത്ത് കണ്ടുമുട്ടാം. എല്ലാവർക്കും സ്നേഹം, നന്ദി.